കാറിലെ പതിഞ്ഞ ശബ്ദത്തിൽ പ്ലേ ചെയ്ത പാട്ടിൻ്റെ ഈണത്തിനൊപ്പം യാത്രയെ മനോഹരമാക്കാൻ എന്നോണം ചെറിയ ചാറ്റൽ മഴയും പുറത്ത് പെയ്യുന്നുണ്ട്. ആദിയേട്ടൻ്റെ നോട്ടം മാറി എന്നിൽ പതിയുന്നത് ഒരു സുഖത്തോടെ ഞാൻ അറിഞ്ഞു. ഉള്ളിൽ വിരിഞ്ഞ നാണത്തിൻ്റെ പൂമൊട്ടുകൾ മുഖത്ത് തെളിയാതിരിക്കാൻ പുറത്ത് സൈഡ് ഗ്ലാസ്സിലൂടെ ഒഴുകുന്ന മഴത്തുള്ളികളിൽ കണ്ണു പതിച്ചു ഞാനിരുന്നു. പരസ്പരം ഒന്നും പറയാൻ വാക്കുകളില്ലാതെ സുഖമുള്ളൊരു മൗനത്തെയും പതിഞ്ഞ ശബ്ദത്തിൽ കാറിൽ സ്റ്റീരിയോയിൽ നിന്നും ഒഴുകുന്ന പ്രണയഗാനത്തിൻ്റെ വരികളിലൂടെ മനസ്സുകൊണ്ട് സഞ്ചരിച്ചു. കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്കിടയിലെ സുഖമുള്ള ആ മൗനത്തോടൊപ്പം ഇടയിൽ ഹോസ്പിറ്റലിനടുത്തുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിന് മുന്നിൽ വണ്ടി നിന്നു. കുഞ്ഞിന് വല്ലതും വാങ്ങണ്ടേ? തലചരിച്ച് ആദിയേട്ടൻ എന്നോട് ചോദിച്ചു. വേണമെന്ന് ഞാൻ തലയാട്ടി. ഞങ്ങൾ ഇരുവരും അകത്ത് കയറി കുഞ്ഞുടുപ്പുകൾ തിരഞ്ഞു. പെൺകുഞ്ഞാണ്. ഭംഗിയുള്ള ഒരുപാട് കുഞ്ഞുടുപ്പുകൾ ഞങ്ങൾക്ക് മുന്നിൽ നിരന്നു. ഏതെടുക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയാത്തത്രയും ഭംഗിയുണ്ട് എല്ലാത്തിനും. അവസാനം ഞങ്ങൾ ഇരുവരും വെള്ള നിറത്തിലുള്ള ഭംഗിയുള്ളൊരു കുഞ്ഞു ഫ്രോക്കിൽ തിരച്ചിൽ അവസാനിപ്പിച്ചു. അതിന് ചേരുന്ന ഹെഡ് ബാൻഡും ഷൂസും ഞാൻ പറഞ്ഞെടുപ്പിച്ചു. അതിന് പുറമെ കുറച്ച് ഡെയിലി വെയറും കുറച്ച് ടോയ്സും വാങ്ങാൻ മറന്നില്ല. എന്തൊക്കെ വാങ്ങിയിട്ട് മതിവരാത്തതുപോലെ. ഹോസ്പിറ്റൽ കോമ്പൗണ്ട് കടന്നതും ഒരു വശത്തായി കാർ പാർക്ക് ചെയ്തു. പുറത്തെപ്പോഴും നേരിയ ചാറ്റൽ മഴയുണ്ട്. ഞങ്ങളിരുവരും പുറത്തിറങ്ങി. റൂം കണ്ടുപിടിക്കാനായി ആദ്യേട്ടൻ റൂം നമ്പർ പറഞ്ഞുകൊടുത്ത് റിസപ്ഷനിൽ അന്വേഷിച്ചു. അവർ പറഞ്ഞു തന്നതനുസരിച്ച് മുകളിലേക്ക് ഞങ്ങൾ പടികൾ കയറി. മുറിയുടെ മുന്നിൽ തന്നെ ആദിയേട്ടൻ്റെ സുഹൃത്ത് ഉണ്ടായിരുന്നു, വിശാലേട്ടൻ. ഞാൻ കണ്ടിട്ടുണ്ട് മുൻപ്. വീട്ടിൽ സത്യങ്ങൾ എല്ലാവർക്കും മുന്നിൽ തെളിയിക്കാൻ ആദിയേട്ടൻ്റെ കൂടെ മുൻപന്തിയിലുണ്ടായിരുന്ന ചേട്ടനാണ്. എല്ലാത്തിനും ആദിയേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപാടെ വിശാലേട്ടൻ ചിരിച്ചു. ആദിയേട്ടനെ കെട്ടിപ്പിടിച്ചു. എന്നെ നോക്കി ചിരിച്ചു. തിരികെ ഞാനും. അറിയുമോ പാർവനെന്നെ ചിരിയോടെ ചോദിച്ചു. അറിയാമെന്ന് തലയാട്ടി ചിരിച്ചു. അകത്തേക്ക് ക്ഷണിച്ചു ഞങ്ങളെ. ബെഡിൽ വിശാലേട്ടൻ്റെ ഭാര്യയും കുഞ്ഞും കിടപ്പുണ്ട്. കൂട്ടിന് കൂടെയുള്ളത് വിശാലേട്ടൻ്റെ അമ്മയും പിന്നെ ആളുടെ ഭാര്യയുടെ അമ്മയുമാണ്. അവരോടൊക്കെ കുറച്ച് വർത്തമാനം പറഞ്ഞു. ഇടയിൽ കുഞ്ഞുവാ പിളർന്ന് കരയാൻ തുടങ്ങി. വിശാലേട്ടൻ്റെ അമ്മ കുഞ്ഞിനെ കയ്യിലെടുത്ത് കയ്യിൽ ചേർത്ത് വെച്ച് താരാട്ടിയതും ആള് കരച്ചിൽ നിർത്തി. പെട്ടെന്ന് എനിക്ക് നേരെ നീട്ടി കുഞ്ഞിനെ എടുക്കാൻ. പെട്ടെന്നൊന്ന് പതറിപ്പോയി. ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളെ എടുത്തൊന്നും പരിചയമില്ല. പെട്ടെന്ന് ഞാൻ ആദിയേട്ടനെ തിരിഞ്ഞു നോക്കി. ആള് എടുത്തോളാൻ ആംഗ്യം കാട്ടി. വിറയ്ക്കുന്ന കൈയോടെ കുഞ്ഞിനെ കയ്യിൽ വാങ്ങി. കുഞ്ഞിക്കൈകളും കുഞ്ഞിക്കണ്ണുകളും കുഞ്ഞുമൂക്കും ഒക്കെ കൗതുകത്തോടെ നോക്കി. അത്ഭുതമല്ലേ, ഗർഭപാത്രത്തിനുള്ളിൽ എങ്ങനെയാവും ഇവർ ഉറങ്ങിയിരിക്കുക? കിടക്കാൻ സ്ഥലം പോരാതെ കുഞ്ഞിക്കാല് നീട്ടി അമ്മയെ തൊഴിച്ചു കാണില്ലേ? ഞാൻ ആ കുഞ്ഞുമുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി. എൻ്റെ അടുത്ത് നിന്ന് മറ്റൊരാൾ കൂടെ ഇതേ കൗതുകത്തോടെ കുഞ്ഞിനെ നോക്കുന്നുണ്ടായിരുന്നു, ആദിയേട്ടൻ. എൻ്റെ കയ്യിൽ കിടന്ന് കുഞ്ഞ് വീണ്ടും കരഞ്ഞപ്പോൾ ഞാൻ വേഗം കുഞ്ഞിനെ തിരികെ നൽകി. അല്പനേരം കൂടെ സംസാരിച്ചിരുന്ന് വിശാലേട്ടൻ്റെ അമ്മ നൽകിയ മധുരവും കഴിച്ച് പതുക്കെ ഞങ്ങൾ ഇറങ്ങി. അപ്പോഴും പഞ്ഞിക്കെട്ട് പോലെയുള്ള ആ കുഞ്ഞിക്കൈകളുടെ സുഖം എൻ്റെ കൈവിരലുകളിലുണ്ടെന്ന് തോന്നി. ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി ഞങ്ങളുടെ കാർ പിന്നെയും കുറച്ച് ദൂരം മുന്നോട്ട് പോയി. അല്പനേരത്തെ യാത്രക്കൊടുവിൽ കാർ നിന്നത് ഒരു ബീച്ചിലാണ്. ഡ്രൈവ് ഇൻ ബീച്ചാണ്. കടലിനടുത്താണ് കാർ നിർത്തിയത്. വണ്ടി നിന്നത് ഉള്ളിലൊരു തരിപ്പ് പടർന്നു തുടങ്ങി. ഇത്രയും നേരം മനസ്സ് ആ കുഞ്ഞു മാലാഖയിൽ നിൽപ്പായിരുന്നതിനാൽ മറ്റൊന്നും ഓർമ്മയിൽ വന്നില്ല. എന്നാൽ ഇപ്പോൾ എന്തൊക്കെയോ മനസ്സിൽ നിറയുന്നു. ആദിയേട്ടൻ ഒരു പുഞ്ചിരിയോടെ എന്നെ നോക്കി. ഇറങ്ങടോ എന്നും പറഞ്ഞുകൊണ്ട് ആൾ പുറത്തിറങ്ങി. ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ഞാനും പുറത്തിറങ്ങി. കുറച്ചു നേരം ഒന്നും മിണ്ടാതെ തിരകൾ തീരത്തെ പുൽകുന്നതും വിടവാങ്ങുന്നതും വീണ്ടും തിരികെ വന്ന് പുൽകുന്നതും നോക്കി നിന്നു. തിരയ്ക്ക് തീരത്തെ വിട്ടൊരു ലോകമില്ലെന്ന്. ശരിയാവും. അത്രയേറെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അതുതന്നെയല്ലേ നമ്മുടെ ലോകം. ഞാനിന്ന് ആദിയേട്ടനിൽ അനുഭവിച്ചറിയുന്നത് പോലെ. ഞാനിന്ന് തലചരിച്ച് ആദിയേട്ടനെ നോക്കി. ആ കണ്ണുകൾ എനിക്ക് നേരെ തന്നെയാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പെട്ടെന്നൊരു ജാള്യത തോന്നി. ഉടനെ മുഖം കുനിച്ചു കളഞ്ഞു. ആളുടെ കാര്യവും മറിച്ചല്ല. നല്ല ചമ്മലുണ്ട് മുഖത്ത്. പാറുവിനെന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും ചോദിക്കാത്തത്? മുഖത്ത് വിരിഞ്ഞൊരു കുഞ്ഞു കുസൃതിയോടെ ആളെന്നോട് ചോദിച്ചു. ഞാൻ എന്ത് ചോദിക്കും? എങ്ങനെ ചോദിക്കും? ഞാനെപ്പോൾ പറഞ്ഞു? അങ്ങനെ പറയാനാണ് തോന്നിയത്. പറഞ്ഞില്ലേ ഇന്നലെ? ഓർത്തു നോക്കിയേ. വീണ്ടും ആദിയേട്ടൻ പറഞ്ഞു. പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞില്ലല്ലോ, ഒന്ന് ഓർത്തു നോക്കിയേ. ആളുടെ മുഖത്തെ അതേ ഭാവങ്ങൾ ഞാൻ എൻ്റെ മുഖത്തും വരുത്തി തിരികെ കുറുമ്പോടെ ചോദിച്ചു. ആൾക്കത് മനസ്സിലായിട്ടുണ്ട്. ഉറപ്പാണോ? വീണ്ടും ചോദിച്ചു. അതേ എന്ന് ഞാനും. എന്നാ ഓക്കെ എന്ന ആദിയേട്ടനും. പൊട്ടിവന്ന ചിരിയെ തടുക്കാൻ രണ്ടുപേരും രണ്ടു വശത്തായി മുഖം തിരിച്ചു. സാധിക്കാതെ മുഖത്തോട് നോക്കി
പൊട്ടിച്ചിരിച്ചു. അല്പനേരം അതുതന്നെയായിരുന്നു അവസ്ഥ. പിന്നീട് അല്പനേരം നിശബ്ദത. തിരകൾ എണ്ണി കുറച്ചധിക നേരം. ആ നിശബ്ദതയിൽ വീശുന്ന കാറ്റിന് പോലും ഒരു പ്രണയഗാനത്തിൻ്റെ ഈണമാണെന്ന് തോന്നി. അതെ, ഒട്ടൊരു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഞാൻ വിളിച്ചു. എന്താണെന്ന അർത്ഥത്തിൽ. എന്നാൽ കണ്ണിലെന്തോ കൗതുകം ഒളിപ്പിച്ചു ആൾ പുരുകമുയർത്തി നോക്കി. അത് ഈ നിലാവത്തഴിച്ചുവിട്ട കോഴി. ചോദിച്ചു മുഴുവനാക്കും മുന്നേ ആളുടെ മുഖത്ത് ഞെട്ടലും ചമ്മലിലും ഒക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങി. ഞാൻ ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ആള് ചമ്മൽ മറയ്ക്കാനുള്ള തിരക്കിലാണ്. എന്താ? ഞാൻ നോക്കുന്നത് കണ്ട് എന്നോട് തിരിച്ചു ചോദിച്ചു. അല്ല, അതെന്തിനാ അനു അങ്ങനെ വിളിക്കുന്നേ? ഞാൻ ചോദിച്ചു. എങ്ങനെ? ഒന്നും അറിയാത്തതുപോലെ ആൾ ചോദിച്ചു. നിലാവത്തഴിച്ചുവിട്ട കോഴി എന്ന് ചിരിയടക്കി ഞാൻ ചോദിച്ചു. വീണ്ടും മുഖത്ത് ചമ്മൽ. അങ്ങനെ വിളിക്കാറില്ലല്ലോ. കൈമലർത്തി വീണ്ടും പറഞ്ഞു. ഉണ്ടല്ലോ, ഞാൻ കേട്ടല്ലോ. കൈകെട്ടി ആദ്യേട്ടനെ നോക്കിക്കൊണ്ട് അതേ ഈണത്തിൽ തിരികെ ചോദിച്ചു. തനിക്ക് തോന്നിയതാവും. മറുപടി വന്നു. ആണോ? ഈണത്തിൽ നീട്ടി ചോദിച്ചുകൊണ്ട് ഞാൻ ചിരിച്ചു. ഇത്തവണ ചമ്മൽ ശരിക്കും തെളിഞ്ഞു. ചമ്മിയ ചിരി മുഖത്ത് വന്നു. ഞാനൊന്ന് വെളുക്കെ ഇളിച്ചു കാണിച്ചു. കുറച്ചുനേരം രണ്ടുപേരും മിണ്ടാതെ കടലിലേക്ക് നോക്കി നിന്നു. അല്പനേരം നിന്നപ്പോൾ ആദ്യേട്ടൻ ഒന്ന് അടുത്തേക്ക് ചേർന്ന് നിന്നത് ഞാൻ അറിഞ്ഞു. ശരീരത്തിലൂടെ ഒരു വിറയൽ പടരുന്നതറിഞ്ഞിട്ടും ഞാൻ തല ചരിച്ചു നോക്കിയില്ല. ആളെന്നെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി. ഇത്തവണ ഞെട്ടലോടെ ഞാൻ മുഖമുയർത്തി നോക്കി. പ്രണയത്തോടെ നോക്കി പുഞ്ചിരിക്കുന്ന ആ കണ്ണുകളിൽ എൻ്റെ കണ്ണുകൾ കുരുങ്ങിക്കിടന്നു. പാറു, മൃദുവായിരുന്നു ശബ്ദം. എന്ന് മറുപടിയായി വെറുതെ ഒന്ന് മൂളി. ഭംഗിയായി വീണ്ടും എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എപ്പോഴാ താൻ ഉള്ളിൽ കയറിക്കൂടിയതെന്ന് അറിഞ്ഞുകൂടാ. മുമ്പൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ കാരണം തൻ്റെ ജീവിതം ഇല്ലാതാവുകയാണല്ലോ എന്ന്. പക്ഷേ നമ്മൾ രണ്ടുപേരും ഒരുപോലെ ചതിക്കപ്പെടുകയായിരുന്നെന്നറിഞ്ഞപ്പോൾ തനിക്ക് നല്ലൊരു ജീവിതമുണ്ടാക്കി തരണം എന്നായി ചിന്ത. പക്ഷേ എപ്പോഴോ താൻ തന്നെയായി എൻ്റെ ജീവിതം. തിരിച്ചറിയാൻ അല്പം സമയമെടുത്തു. തിരിച്ചറിഞ്ഞപ്പോൾ താൻ എന്നെ അംഗീകരിക്കുമോ എന്നായി ഭയം. പറയാതെ നിൽക്കാൻ ആവുമായിരുന്നെങ്കിലും ഒരു നോട്ടത്തിലെങ്കിലും താൻ എൻ്റെ ഉള്ളറിയുമോ എന്നായിരുന്നു ഭയം. എന്തെങ്കിലും തനിക്കെന്നോട് അതുപോലൊരു ഇഷ്ടം ഉണ്ടാവുന്നതുവരെ കാത്തിരിക്കാമെന്ന് തീരുമാനമെടുത്തു. അതുവരെ അറിയാതെ പോലും പാറു അറിയരുതെന്ന് ഉറപ്പിച്ചു. അറിയാതെ പോലും തന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സത്യത്തിൽ തൻ്റെ അമ്മയ്ക്ക് വയ്യാതെ താൻ വീട്ടിൽ പോയി നിന്നപ്പോഴാണ് ശരിക്കും പണി കിട്ടിയത്. ഊണും ഉറക്കവും ഇല്ലാത്തൊരു തരം അവസ്ഥ. വീട്ടിലാകുമ്പോൾ വെറുതെ അതിലെ ഇതിലെ ഓരോന്ന് ചിന്തിച്ച് നടക്കും. ഉറക്കമില്ലാതെ മുറ്റത്തു കൂടിയൊക്കെ വെറുതെ നടക്കും. തന്നെ വിളിക്കണം എന്ന് കരുതും. ഫോൺ കയ്യിലെടുക്കും. പിന്നെ എന്തോ വേണ്ടെന്ന് കരുതും. ഇതൊക്കെ കണ്ടു അനു എന്നെ തമാശിച്ച് വിളിച്ചതാണ് നിലാവത്തഴിച്ചുവിട്ട കോഴി എന്ന്. ആദ്യേട്ടൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. അവസാനമായപ്പോഴേക്കും ചിരി പോയി. പതിവ് ചമ്മൽ വീണ്ടും തെളിഞ്ഞു. ബാക്കി കേൾക്കാൻ ആകാംക്ഷയോടെ ഞാൻ ആ മുഖത്തേക്ക് നോക്കി. അനു എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ ഉള്ളിലുള്ളതെല്ലാം ചകഞ്ഞെടുത്തു. താനിത് അറിയാതിരിക്കാൻ 2 സ്പാനിഷ് ഡയലേറ്റ്സിൻ്റെ ഐസ്ക്രീമാണ് ആ ദുഷ്ട കൈക്കൂലിയായി വാങ്ങിയത്. ചിരിയോടെ ആൾ വീണ്ടും പറഞ്ഞു നിർത്തി. ഞാനും ചിരിച്ചുപോയി. കള്ളി ഒക്കെ അറിഞ്ഞിട്ടാണ് എന്നെ വട്ടുപിടിപ്പിച്ചത്. ഞാൻ ആലോചിച്ചു, താൻ ഇന്നലെ അമ്മമ്മയുടെ പിറന്നാൾ ദിവസം കരഞ്ഞുകൊണ്ടെന്നെ വിളിച്ചപ്പോൾ ശരിക്കും ഭയന്നു. വീട്ടിലോട്ട് വന്നെൻ്റെ മുന്നിൽ നിന്ന് താൻ കരഞ്ഞപ്പോൾ ഇനിയും ഈ കണ്ണ് നിറയരുതെന്ന് ഞാൻ ഉറപ്പിച്ചു. വിട്ടുകൊടുക്കല്ലേ എന്ന് താൻ പറഞ്ഞ ഓരോ വാക്കിലും ഞാൻ കണ്ടത് എന്നോടുള്ള സ്നേഹമാണ്. അതുതന്നെയാണ് എൻ്റെ ഇഷ്ടം പ്രകടിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. മതിയേടോ, പഴയതൊക്കെ ഓർത്ത് വിഷമിച്ച് സമയം കളഞ്ഞത് മതി. ആരുടെയൊക്കെയോ സ്വാർത്ഥതയിൽ നീറി എത്രനാൾ കഴിയും? നമുക്കും വേണ്ടേ നല്ലൊരു ജീവിതം? സ്നേഹവും സന്തോഷവും ഇണക്കവും പിണക്കവും ഒക്കെ വേണ്ടേ? ജീവിക്കണ്ടേ നമുക്ക്? തോളിൽ കൂടെ ചേർത്ത് പിടിച്ച് കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചപ്പോൾ എൻ്റെ കണ്ണ് പെയ്യാൻ തയ്യാറായി നിൽപ്പായിരുന്നു. ഇതല്ലേ ആശിച്ചത്? മറുപടിയായി ആ തോളിലേക്ക് തല ചായ്ച്ചപ്പോഴേക്കും ചേർത്ത് പിടിച്ച കൈ ഒന്നുകൂടെ മുറുകെ ചേർത്ത് പിടിച്ചു. ഒരുപാട് നേരം ആ തീരത്ത് ചെലവഴിച്ചു. കൈ ചേർത്ത് പിടിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ പങ്കുവെച്ച് തിരികയിലൂടെ തീരം തൊട്ട് നടന്നു. നേരം ഇരുട്ടിയപ്പോൾ തിരികെ യാത്ര തിരിച്ചു. കാറിലൂടെ നല്ലൊരു പ്രണയഗാനത്തിൻ്റെ അകമ്പടിയോടെ പരസ്പരം പ്രണയം പങ്കുവെച്ച് പതുക്കെ സഞ്ചരിച്ചു. വീട്ടുമുറ്റത്ത് വണ്ടി കയറിയതും മറ്റൊരു കാർ അവിടെ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് മാമൻ്റെ വണ്ടിയാണെന്ന് മനസ്സിലായി. ഇനിയും എന്താണെന്നോർത്ത് മനസ്സ് വീണ്ടും അസ്വസ്ഥമാകാൻ തുടങ്ങി. എന്നാൽ അതിനു മുന്നേ ഒരു കൈ വന്നെന്നെ പൊതിഞ്ഞു. തനിച്ചാക്കില്ലെന്ന വാക്കോടെ കൈ ചേർത്ത് പിടിച്ച് തന്നെ അകത്തേക്ക് കയറി.
അപ്പോഴും കാത്തിരിക്കുന്നത് എന്താണെന്ന് ഉള്ള ചോദ്യം മനസ്സിൽ ബാക്കിയായി. അകത്തേക്ക് കടന്നതും ആദ്യം ഞങ്ങളെ കണ്ടത് അമ്മാവനാണ്. അച്ഛനും അമ്മയും അമ്മാവനുമാണ് വന്നിട്ടുള്ളത്. അമ്മാവൻ ഞങ്ങളെ കണ്ടപാടെ നിറഞ്ഞൊരു പുഞ്ചിരി നൽകി. സംശയത്തോടെയെങ്കിലും തിരികെ ഞാനും പുഞ്ചിരിച്ചു. അപ്പോഴേക്കും അമ്മ അകത്തു നിന്നും ഒരു ട്രേയിൽ കുടിക്കാനുള്ളതുമായി വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്ന് കണ്ടപ്പോഴേ തന്നെ ടീച്ചറമ്മയുടെ മുഖത്ത് നല്ല സന്തോഷം. എപ്പോൾ വന്നു എല്ലാവരും? മനസ്സിലെ ആശങ്ക മറച്ചു വെച്ചുകൊണ്ട് ആദ്യേട്ടൻ ചോദിച്ചു. ഞങ്ങൾ കുറച്ചു നേരമേ ആയുള്ളൂ വന്നിട്ട്, ഒരു 10 മിനിറ്റ്. നിങ്ങൾ പുറത്ത് പോയിരിക്കുവാണെന്ന് പറഞ്ഞു. അച്ഛനാണ് മറുപടി പറഞ്ഞത്. അച്ഛൻ്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ആദ്യത്തെ ഒരു ആശങ്ക മനസ്സിൽ നിന്നും മാറി. എല്ലാവരും കൂടെ കുറച്ചു നേരം നാട്ടുവർത്താനങ്ങളുമായി ഇരുന്നു. അപ്പോഴും അച്ഛനെയും അമ്മയെയും മാമനെയും ഒക്കെ അഭിമുഖീകരിക്കാൻ ഒരു വല്ലായ്മ തോന്നി. അന്ന് തറവാട്ടിൽ നിന്നും അങ്ങനെ ഒരവസ്ഥയിലായിരുന്നല്ലോ ഇറങ്ങി വന്നത്, ആരോടും യാത്ര പോലും പറയാതെ. ഇടയിൽ ടീച്ചറമ്മ പലഹാരങ്ങൾ എടുക്കാൻ അകത്തേക്ക് പോയി. ഒന്നും വേണ്ടെന്ന് എല്ലാവരും നിർബന്ധം പറഞ്ഞിട്ടും അമ്മ കേട്ടില്ല. അമ്മ എല്ലാവരെയും നിർബന്ധത്തോടെ അവിടെ ഇരുത്തി അകത്തേക്ക് നടന്നു. കൂടെ അടുക്കളയിലേക്ക് ചെല്ലാൻ തുനിഞ്ഞ എന്നെ അമ്മ തടഞ്ഞുകൊണ്ട് അവർക്കൊപ്പം സംസാരിക്കാനിരുത്തി. മോൾക്ക് ദേഷ്യമുണ്ടോ മാമനോട്? മാമനൊന്നും അറിയില്ലായിരുന്നു. അടുത്തേക്ക് നീങ്ങിയിരുന്ന് കൈ ചേർത്ത് പിടിച്ച് മാമൻ ചോദിച്ചപ്പോൾ അപ്പോട്ടൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായി. മുഖമുയർത്തി മറുവശത്തിരിക്കുന്ന ആദ്യേട്ടനെ നോക്കി ഞാൻ. ആദ്യേട്ടൻ പതിയെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. മാമൻ്റെ അടുത്തെത്തിയിരുന്നു. അങ്കിൾ, അത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. സംഭവിച്ചതൊക്കെ പല കാരണങ്ങളാലും ആണെന്ന് കരുതാം. എല്ലാം നല്ലതിനാണെന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. അവിടെ വെച്ച് സംഭവിച്ചതൊക്കെ പാറു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും മറക്കാം. പാർവതി ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്. ഇനി അപ്പുവിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു പെരുമാറ്റം ഉണ്ടാവാതിരിക്കാൻ അങ്കിൾ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഈ വിഷയം സംസാരിക്കുന്നതിലും നല്ലത് അപ്പുവിനെ അങ്കിൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും. ആദ്യേട്ടൻ പറഞ്ഞു നിർത്തി. മാമനോട് ഇത്തരത്തിൽ സംസാരിക്കേണ്ടി വന്നതിൻ്റെ മടിയും ബുദ്ധിമുട്ടുകളും ആദ്യേട്ടൻ്റെ മുഖത്ത് വ്യക്തമായി കാണാം. പക്ഷേ സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിച്ച് തന്നെ തീർക്കുന്നതാണ് നല്ലതെന്ന് ആൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ കഴിഞ്ഞുപോയ നാളുകളിലേക്ക് ഇനിയൊരു തിരിഞ്ഞുനോട്ടം വേണ്ടെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എല്ലാത്തിനും ഒരു പരിഹാരം എന്ന അർത്ഥത്തിലുമാവാം ഈ സംസാരം. മാമൻ മറുപടിയായി ഒരു മങ്ങിയ ചിരി നൽകി ആദ്യേട്ടനെ. പക്ഷേ മാമൻ്റെ മുഖഭാവം ആദ്യേട്ടനെ വിഷമിപ്പിച്ചു എന്ന് തോന്നുന്നു. ആദ്യേട്ടൻ മാമൻ്റെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്നിരുന്നു. അങ്കിൾ, ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടോ സംസാരിച്ചതുകൊണ്ടോ ആർക്കും ഒരു ഗുണവുമില്ല. മറിച്ച് ദോഷം മാത്രമേ ഉണ്ടാവൂ. അപ്പുവിന് മുന്നോട്ടൊരു ജീവിതമുണ്ട്, ഒരു ഭാവിയുണ്ട്. അതൊക്കെ നോക്കണ്ടേ? മാമനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആദ്യേട്ടൻ പറഞ്ഞു. ഇത്തവണ മാമൻ്റെ മുഖത്തൊരു തെളിച്ചമുണ്ട്. ഞാൻ സംസാരിക്കാം മോനെ, ആദ്യേട്ടൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് മാമൻ പറഞ്ഞു. ഇടയിൽ അമ്മ വിളിച്ചെന്നെ അടുത്തേക്ക് ചേർത്തിരുത്തി. മോൾക്ക് അമ്മയോട് നീരസമുണ്ടെന്നറിയാം. പവിയുടെ കാര്യത്തിലാണെന്നും അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട്. 2 മക്കൾക്കും 2 നീതി ആണെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്തിട്ടാണ് മോളെ. അതെന്ത് പിഴച്ചു? ഒറ്റയ്ക്കാക്കിയാൽ പിന്നെ വീണ്ടും വല്ല കടുങ്കയും കാണിച്ചാലോ എന്ന് ഭയന്നിട്ടാ. അവർ 2 പേരും ചെയ്ത തെറ്റിന് ഒന്നും അറിയാത്ത ആ കുഞ്ഞെന്ത് പിഴച്ചു? മാത്രമല്ല ശ്രീനാഥിൻ്റെ വീട്ടിലും എപ്പോഴും പ്രശ്നങ്ങളാണ്. അവൻ മാത്രമല്ല, അവൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ ചെയ്തതിനൊക്കെ ജീവിതം കൊണ്ട് തന്നെ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇനി എന്ത് ശിക്ഷ നൽകാനാ? നിറഞ്ഞ കണ്ണുകളോടെ അമ്മ പറഞ്ഞപ്പോഴും മറുപടിയില്ലാതെ ഞാൻ നിന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ടീച്ചറമ്മ ചായയും പലഹാരങ്ങളുമായി വന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ച് നേരമിരട്ടിയപ്പോൾ അമ്മയും അച്ഛനും മാമനും യാത്ര പറഞ്ഞു പോയി. കാർമേഘം ഒഴിഞ്ഞ മാനം പോലെ മനസ്സ് തെളിയാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ ആദ്യമായി ആദ്യേട്ടൻ്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ അപൂർണമായിരുന്ന എന്തോ ഒന്നിന് പൂർണ്ണത കൈവരുന്നതായി തോന്നി. ആദ്യമായി ഒരു പുതപ്പ് പങ്കിടുമ്പോഴും കാർമേഘത്തിനിടയിൽ മുഖമൊളിപ്പിച്ച് നാണം മറയ്ക്കുന്ന നിലാവായി പരിണമിക്കുകയായിരുന്നു ഞാൻ. പിറ്റേന്ന് ഉണർന്നപ്പോഴും കോളേജിൽ പോകാൻ ഒരുങ്ങുന്ന തിരക്കിനിടയിലും പാറിവരുന്ന നോട്ടങ്ങളിലും കുഞ്ഞു കുഞ്ഞു സ്പർശനങ്ങളിലും മുഖമുയർത്തി നോക്കാനാവാത്ത വിധമൊരു നാണം എൻ്റെ രോമകൂപങ്ങളിൽ പോലും പടർന്നു.